തദ്ദേശ തെരഞ്ഞെടുപ്പിലെ രണ്ടാം ഘട്ട വോട്ടെടുപ്പ് മറ്റന്നാൾ നടക്കുന്ന 7 ജില്ലകളിൽ പരസ്യപ്രചാരണം സമാപിച്ചു. ആവേശോജ്വലമായിരുന്നു ജില്ലാ കേന്ദ്രങ്ങളിലെ കൊട്ടിക്കലാശം. നാളെ നിശബ്ദ പ്രചാരണത്തിന്റെ ദിനമാണ്. 3 ആഴ്ചയോളം നീണ്ടുനിന്ന പ്രചാരണ മാമാങ്കത്തിന് ആലപ്പുഴയിൽ ആവേശ കൊടിയിറക്കം. ത്രിവർണ്ണ കാവിച്ചെങ്കൊടികൾ അന്തരീക്ഷത്തിൽ ആവേശ നൃത്തമാടിയ അവസാന മണിക്കൂറുകൾ ഇഞ്ചോടിഞ്ച് മുറുകുന്ന ആവേശ കാഴ്ചയായി. ആവേശ പ്രചരണം കൊടിയിറങ്ങി പോളിംഗ് ബൂത്തിലേക്ക് പോകാൻ മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ ആലപ്പുഴ ആരുടെ തീരത്തേക്ക് ഒഴുകുമെന്ന് പ്രവചനാതീതം. SNDPക്ക് ഏറ്റവും അധികം സ്വാധീനമുള്ള ജില്ലയാണ് ആലപ്പുഴ. ഈ പറയുന്നത് പോലെയുള്ള വോട്ടുകൾ BJPയുടെയും SNDPയുടെയും പെട്ടികളിലേക്ക് വീഴുകയാണെങ്കിൽ കേരള രാഷ്ട്രീയത്തിൽ തന്നെ ഒരു പുതിയ അധ്യായത്തിന് ആലപ്പുഴ തുടക്കം കുറിക്കും. ആവേശകരമായ കൊട്ടിക്കലാശത്തിലാണ് പത്തനംതിട്ട ജില്ല സാക്ഷ്യം വഹിച്ചത്. 53 പഞ്ചായത്തുകളിലും പുതുതായി രൂപീകരിച്ച പന്തളം ഉൾപ്പെടെയുള്ള 4 നഗരസഭകളിലും വാശിയേറിയ കൊട്ടിക്കലാശം. അടൂരും റാന്നിയും തിരുവല്ലയും കോന്നിയുമെല്ലാം ആവേശത്തിൽ പങ്കുചേർന്നു. റബ്ബർ വിലയിടിവും കസ്തൂരിരംഗനും പട്ടയപ്രശ്നവും ന്യൂനപക്ഷ വിവാദവും തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് സജീവ ചർച്ചാ വിഷയങ്ങളായപ്പോൾ ജനമനസ്സിനി ആർക്കൊപ്പമാണെന്ന അവസാനപ്പെട്ട കണക്കുകൂട്ടലാണ് ഓരോ രാഷ്ട്രീയ പാർട്ടികളും. UDFും LDFും കളം നിറഞ്ഞു കളിച്ചു. BJPയും മോശമാക്കിയില്ല. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പുള്ള തദ്ദേശ സെമിയിൽ പത്തനംതിട്ടയുടെ മനസ്സ് ആർക്കൊപ്പമാണെന്നാണ് ഇനി കണ്ടറിയേണ്ടത്. പരസ്യപ്രചാരണം അവസാനിച്ചതോടെ കോട്ടയം ജില്ലയിൽ 3 മുന്നണികളും തികഞ്ഞ വിജയപ്രതീക്ഷയിലാണ്. 71 പഞ്ചായത്തുകളിലേക്കും 11 ബ്ലോക്ക് പഞ്ചായത്തുകളിലേക്കും 6 മുനിസിപ്പാലിറ്റികളിലേക്കും ജില്ലാ പഞ്ചായത്തിലേക്കും വൻ വിജയം നേടുമെന്ന് UDF അവകാശപ്പെടുന്നു. സെക്യുലറിന്റെയും പൊതുസമ്മതനായ സ്വതന്ത്രരുടെയും സഹായത്തോടെ മികച്ച വിജയം നേടാനാവുമെന്നാണ് ഇടതുപക്ഷത്തിന്റെ കണക്കുകൂട്ടൽ. SNDP പിന്തുണയോടെ ജില്ലയിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുമെന്ന് BJPയും പറയുന്നു. വൈക്കം കുമരകം മേഖലകളിൽ SNDPക്ക് വേരോട്ടമുള്ളത് BJP ക്യാമ്പിന് ആത്മവിശ്വാസം നൽകുന്നുണ്ട്. ജില്ലാ പഞ്ചായത്തിലെ 2 ഡിവിഷനിലടക്കം നിൽക്കുന്ന റിബലുകളും സൗഹൃദ മത്സരങ്ങളുമാണ് UDFന് ആശങ്ക നൽകുന്നത്. PC ജോർജിനെ സംബന്ധിച്ചിടത്തോളം ഈ തെരഞ്ഞെടുപ്പ് നിർണായകവുമാണ്. കഴിഞ്ഞ തവണത്തെ വിജയം ഇക്കുറിയും ആവർത്തിക്കാനാവുമെന്നാണ് UDF നേതൃത്വം കണക്കുകൂട്ടുന്നത്. അതേസമയം ജില്ലയിൽ അട്ടിമറി വിജയം നേടുമെന്ന് ഇടതു നേതൃത്വം പറയുന്നു. എന്നാൽ SNDP പിന്തുണയോടെ ജില്ലയിൽ മെച്ചപ്പെട്ട പ്രകടനം കാഴ്ചവെക്കാനാകുമെന്നാണ് BJP നേതൃത്വത്തിന് കണക്കുകൂട്ടൽ. കേന്ദ്രീകൃതമായ കൊട്ടിക്കലാശത്തിന് പകരം അതത് ഡിവിഷനുകളിലെ ലളിതമായ ആഘോഷങ്ങളാണ് ജില്ലയിൽ പലയിടത്തും നടന്നത്. നഗരസിരാ കേന്ദ്രമെന്ന് വിശേഷിപ്പിക്കാവുന്ന ഹൈക്കോടതി ജംഗ്ഷനിൽ വിവിധ മുന്നണി സ്ഥാനാർത്ഥികൾ പ്രകടനമായെത്തി. മത്സരരംഗത്തുള്ള ചലച്ചിത്ര താരത്തിന് പിന്തുണയുമായി താരങ്ങൾ അണിനിരുന്ന റോഡ് ഷോയും നടന്നു. തീർച്ചയായും എന്തായാലും അക്ഷരാർത്ഥത്തിൽ അവസാന ഘട്ടങ്ങളിൽ തെരഞ്ഞെടുപ്പ് കൊട്ടിക്കലാശത്തിലേക്ക് നീങ്ങുമ്പോൾ താരങ്ങൾ അണിനിരക്കുന്ന റോഡ് ഷോകൾ പോലുമാണ് എറണാകുളം ജില്ലയിൽ നടക്കുന്നത്. അത്യന്തം ആവേശഭരിതമായിരുന്നു പരസ്യപ്രചാരണത്തിന്റെ സമാപനം. BJPയും LDFും തൃശൂർ കോർപ്പറേഷന് മുന്നിൽ കേന്ദ്രീകരിച്ചപ്പോൾ വാർഡ് കേന്ദ്രങ്ങളിലായിരുന്നു UDFന്റെ കൊട്ടിക്കലാശം. ഗ്രാമ നഗര വ്യത്യാസങ്ങളില്ലാതെ ത്രിതല പഞ്ചായത്ത് മേഖലകളിലും കൊട്ടിക്കലാശം നടന്നു. ഇനി ജില്ലയിലെ 4,36,000 വോട്ടർമാർ 7,045 സ്ഥാനാർത്ഥികൾക്ക് വിധിയെഴുതും. 86 പഞ്ചായത്തുകളിലും 16 ബ്ലോക്ക് പഞ്ചായത്തുകളിലും 7 നഗരസഭകളിലും മത്സരം തീപാറുന്നതാണ്. ജില്ലയിലെ നില മെച്ചപ്പെടുത്താൻ UDFും നഷ്ടപ്രതാപം വീണ്ടെടുക്കാൻ ഇടതുപക്ഷവും സജീവ സാന്നിധ്യമാകാൻ BJPയും ചിട്ടയാർന്ന പ്രവർത്തനമാണ് സംഘടിപ്പിച്ചത്. ഒരു ചെറുപൂരത്തിന്റെ ആവേശമൊരുക്കി തൃശൂരിൽ കൊട്ടിക്കലാശം. ഇനി വിധിയെഴുതും 24 ലക്ഷം വോട്ടർമാർ. ത്രികോണ മത്സരം നടക്കുന്ന പാലക്കാട് നഗരസഭയിൽ LDFും BJPയും നഗരസഭ ഓഫീസിന് മുന്നിലാണ് കൊട്ടിക്കലാശം നടത്തിയത്. UDF അതാത് വാർഡുകൾ കേന്ദ്രീകരിച്ച് കൊട്ടിക്കലാശം നടത്തി. മറ്റു നഗരസഭകളിലും പഞ്ചായത്തുകളിലും പ്രചരണത്തിന്റെ അവസാനവട്ടം ആവേശം നിറഞ്ഞതായിരുന്നു. അവസാന നിമിഷം മഴയിൽ കുതിർന്നിട്ടും ചോരാത്ത ആവേശമായിരുന്നു പാലക്കാട്. മത്സരരംഗത്തെ ആവേശം പ്രചാരണത്തിലും കാണുന്നതായിരുന്നു മലപ്പുറത്തെ കൊട്ടിക്കലാശം. ജില്ലയുടെ വിവിധ നഗരങ്ങളിൽ അവസാന നിമിഷത്തെ പ്രചരണത്തിലെ കൊട്ടിക്കലാശം ഒഴിവാക്കിയെങ്കിലും വാർഡുകൾ കേന്ദ്രീകരിച്ച് വർണ്ണാഭമായ പ്രചാരണങ്ങളാണ് നടന്നത്. ലീഗും കോൺഗ്രസും തമ്മിൽ പോരടിക്കുന്ന സ്ഥലങ്ങളിൽ കൊട്ടിക്കലാശം ഒഴിവാക്കി. കൊടിതോരണങ്ങളും ബാൻഡ് സെറ്റുകളുമായി മുന്നണി പ്രവർത്തകർ അവസാന നിമിഷം ആവേശകരമാക്കി. ഫോട്ടോ ഫിനിഷിലും ആവേശം നിറച്ച പ്രചാരണത്തിന്റെ സമാപനം. ഇനിയുള്ളത് വിരലിൽ മഷി പതിയാൻ ഒരു ദിവസത്തെ കാത്തിരിപ്പ്. വിവിധ ബ്യൂറോകൾക്കൊപ്പം ഷെഫീഖ് തച്ചുപറമ്പൻ, റിപ്പോർട്ടർ മലപ്പുറം.